السلام عليكم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين سيدنا محمد رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد. മൂസാ നബി അലൈഹിസ്സലാം തൻ്റെ വഫാത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പായി ഇസ്രായേലിയരെ അവരുടെ ചരിത്രത്തിലെ പ്രധാന സംഭവങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. പിന്നീട് അദ്ദേഹം മുഖേന അള്ളാഹു ഇസ്രായേലിയർക്ക് നൽകിയ തൗറാത്തിലെ കൽപ്പനകളെല്ലാം ആവർത്തിക്കുന്നു. അതിനുശേഷം അദ്ദേഹം ദീർഘമായ ഒരു പ്രസംഗം ചെയ്തിരിക്കുന്നു. അതിൽ ഇസ്രായേലികൾ അള്ളാഹുവിനെ അനുസരിക്കുകയാണെങ്കിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ ലഭിക്കുമെന്നും, മറിച്ച് അനുസരണക്കേടിൻ്റെ മാർഗമാണ് സ്വീകരിക്കുന്നതെങ്കിൽ എന്തുമാത്രം കഠിനമായ ശിക്ഷയായിരിക്കും ലഭിക്കുക എന്നും വിവരിച്ചിരിക്കുന്നു. ഇവിടെ മൂസാ നബി അലൈഹിസ്സലാം തൻ്റെ ജനതയുമായി സംഭാഷണത്തിലേക്ക് സംക്ഷിപ്തമായ ഒരു സൂചന ലഭിക്കുന്നുണ്ട്. അള്ളാഹു ഏതെങ്കിലും ജനതയ്ക്ക് അനുഗ്രഹം നൽകുകയും അതിന് പകരമായി ആ ജനത നന്ദിയില്ലാത്തവരും ധിക്കാരം കാണിക്കുന്നവരും ആവുകയാണെങ്കിൽ ആ ജനതയ്ക്ക് പാഠമുള്ള അനന്തരഫലങ്ങൾ കാണേണ്ടി വരും എന്ന് മക്ക നിവാസികളെ തെര്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ബനു ഇസ്രായേലിൻ്റെ അവസ്ഥ നിങ്ങൾ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇനി അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്കും ഔദാര്യങ്ങൾക്കും പകരമായി നന്ദികേട് കാണിച്ചുകൊണ്ട് നിങ്ങളും ഇതേ അനന്തരഫലം കാണാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം. ഇവിടെ മറ്റൊരു കാര്യവും കൂടി പറയുന്നുണ്ട്. അള്ളാഹു തൻ്റെ ഏതൊരു അനുഗ്രഹത്തെ വിലമതിക്കണമെന്ന് ഖുറൈശികളെ അവിടെ ആവശ്യപ്പെടുന്നുണ്ടോ ആ അനുഗ്രഹം പ്രത്യേകിച്ചും അറബിയായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവർക്കിടയിൽ ജനിപ്പിക്കുകയും അദ്ദേഹം മുഖേന ഈ മഹത്തായ സന്ദേശം അവരിലേക്ക് അയക്കുകയും ചെയ്തു എന്നതാണ്. അതേപ്പറ്റി പലതവണ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറൈശികളോട് ഇങ്ങനെ പറയാറുണ്ടായിരുന്നു: എൻ്റെ ഒരു വാക്യം നിങ്ങൾ അംഗീകരിച്ചാൽ അറബികളും അനറബികളും നിങ്ങൾക്ക് കീഴ്പ്പെടും. അത് പ്രയോഗത്തിൽ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ അവസരത്തിൽ നമ്മളും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ എൻ്റെ ഉമ്മത്തിന് ദാരിദ്ര്യം ഭയപ്പെടുന്നില്ല, മറിച്ച് സമ്പത്തും ഐശ്വര്യവുമാണ് ഭയപ്പെടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ ആ അനുഗ്രഹങ്ങൾക്ക് ശരിയായ രീതിയിൽ നന്ദി കാണിക്കുന്നതിന് പകരം അല്ലാഹു ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിൽ ഈ സമ്പത്ത് മുഴുവനും ചെലവഴിച്ചുകൊണ്ട് ആറാടി നടക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.